അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. എന്തെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്, സന്തോഷമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. അതായത് ഇയറിങ്സും റിങ്ങും ചെയിനും ഒക്കെ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് വീഡിയോസിലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചെയിൻ, നമ്മുടെ ഈ ഒരു റിങ്, പിന്നെ ഈ ചെയിൻ, ഇതൊക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള വർക്കുകൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇത് കണ്ടിട്ട് കുറേ പേര് ഈ ചെയിനൊക്കെ മേക്ക് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേത് ഒരു ലോക്കറ്റ് പോലെ നമുക്ക് കമ്പി വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഹെയർ ആക്സസറീസിൻ്റെയോ അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയോ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓണമാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ നടക്കുന്ന ഒരു ടൈമാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ സെയിലിനും കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് എന്താണ്, നിങ്ങൾ സെയിൽ നടത്തിയോ, നിങ്ങൾക്ക് സെയിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതുപോലൊരു സംഭവം, ഒരവസരം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി വരുന്നത് അതിലും അടിപൊളിയായിട്ടുള്ളൊരു അവസരമാണ് നമ്മുടെ ഓണം. അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങുക. ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഹെയർ ആക്സസറീസിൻ്റെയോ അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയോ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെയിൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയിനായിട്ടോ അല്ലെങ്കിൽ ഇയറിങ്സ് ആയിട്ടോ ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓടിപ്പോയി നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ അത് ഇതേമാതിരി ഗോൾഡൻ കളറ് കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതേ കണക്ക് എത്ര വലിപ്പത്തിനാണോ വേണ്ടത് റൗണ്ട് ഷേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഒരു 7 or 8 ഒക്കെ ഇതേപോലെ ചുറ്റിയെടുക്കുക കേട്ടോ. എത്ര വലിപ്പത്തിന് വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ കാജലിൻ്റെ ഇത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ റിങ് ആക്കിയിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ആ റിങ് വെച്ചിട്ട് തന്നെ ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് മുറുക്കി കൂട്ടിക്കെട്ടി കൊടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവേ. അപ്പോൾ ഇതേ കണക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കുട്ടി ഫ്ലവറിൻ്റെ രൂപത്തിലോട്ട് മാറ്റി കൊടുക്കണം. അതിന് ജസ്റ്റ് ഇതേ കണക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോ പെറ്റൽസായിട്ട് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെ ചെയ്താലാണ് അത് കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതെന്ന്. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്നാക്കി കൊടുക്കണം. ഇത് നമുക്ക് സിൽവർ കളറിൽ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. നമുക്കിത് എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ലോക്കറ്റായിട്ടോ റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഇയറിങ്സ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വലിപ്പത്തിൽ മാറ്റം വരുത്തണമെന്നേ ഉള്ളേ. സെയിം ലോക്കറ്റും റിങ്ങും ഇയറിങ്സും ഇത് തന്നെ ആക്കിയിട്ട് അങ്ങനെ നമുക്ക് സെറ്റായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിലോട്ട് വേണമെങ്കിലും ഈ സെയിം സംഭവം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അത് നല്ല ഭംഗി ഉണ്ടാവുമേ. അലിഗേറ്റർ ക്ലിപ്പിലോ ടിക് ടാക് സ്റ്റൈലിലേത് വേണമെങ്കിലും ഇതേ സെയിം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടോ ഇതേ കണക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കണം. കറക്റ്റ് ഒന്ന് ഇരിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി ഇങ്ങനെ പുറത്തോട്ട് ഒരു കമ്പി കാണാത്ത രീതിയിൽ, പുറത്ത് കയറി കൊള്ളാത്ത രീതിയിലും വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് കണക്ക് സോക്സ് ക്ലോത്തിൻ്റെ ഇത് വെച്ചിട്ട് ഹെയർ ആക്സസറീസൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് കുഞ്ഞുങ്ങളുടെ തലയിൽ കൊള്ളില്ലേ, മുറിയില്ലേ എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ അത്രയും നമ്മൾ നോക്കിയിട്ട് അങ്ങനെ അപകടം വരാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പ്ലെയറൊക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്ന് മുറുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടുമേ. അപ്പോൾ വേറൊരു പീസും കൂടെ വെച്ചിട്ട് ഞാനൊന്ന് ആ സെൻറ്റർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ സംഭവമൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കി വന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഞാൻ ആ റൗണ്ട് ഷേപ്പ് ഒന്ന് മാറ്റിയിട്ട് ഒരു ചെറിയ വളവ് മാതിരി കൊടുക്കുന്നുണ്ട്. അത് ഇത് വെച്ചിട്ട് നമുക്ക് ഇതേ കണക്കൊന്ന് വളച്ച് കൊടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഒരു കുഞ്ഞൻ പെറ്റലിൻ്റെ ഒരു ചെറിയ ഷേപ്പ് അങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര എന്താണ് ആ ഒരു റൗണ്ട് ഷേപ്പ് മാറിയിട്ട് ഇതേപോലെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതേപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മാറിപ്പോവോ വൃത്തികേടാവോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ.
അപ്പോൾ എല്ലാ പെറ്റൽസും നമുക്ക് ഇതേ കണക്കൊന്ന് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ബീഡ്സോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഓരോ റൗണ്ട് ഇടുന്ന സമയത്തും ഓരോ ബീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിലും ബീഡ്സ് വരുന്ന രീതിയിൽ ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ. ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇനി ഒരു ബീഡ്സോ സ്റ്റോണോ എന്തെങ്കിലും ഒന്നും കൂടി വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയാവും കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ഇതില്ലേ ഇയറിങ്സ്, ഈ ഒരു സംഭവം ഇതിൻ്റെ അകത്തേക്ക് നമുക്കിങ്ങനെ കൊളുത്തിയിട്ട് കൊടുത്താൽ കമ്മലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാലയിൽ തന്നെ ലോക്കറ്റായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് മാലയിലാണ്. അപ്പോൾ ഇതേ കണക്കൊരു വൈറ്റ് പേള് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലൂ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം കൊടുക്കുക കേട്ടോ, അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് മാലയിലോട്ട് ലോക്കറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെയിനിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ഇത് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ആ ചെയിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയിനും നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ആ കൊളുത്തും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. എത്രയാണോ വലിപ്പം വേണ്ടത് അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്, ഏത് ചെയ്താലായിരിക്കും ഭംഗി ഉണ്ടാവുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് എനിക്ക് ലോക്കറ്റ് ഇടാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു മാല ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളും ഉറപ്പായിട്ടും പറയുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണേ. ഇതിൻ്റെ മെറ്റീരിയൽസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ.